മദ്യനിർമ്മാണ കമ്പനിയായ മലബാർ ഡിസ്റ്റിലറിക്ക് സാങ്കേതിക അനുമതി നൽകിയിരിക്കുന്നു. ചിറ്റൂർ മേനോൻപാറയിലെ പദ്ധതിക്കാണ് 25,37,00,000 രൂപ അനുവദിച്ചത്. മലബാർ ഡിസ്റ്റിലറിക്ക് അനുമതി വൈകുന്നത് വിവാദമായതിന് പിന്നാലെയാണ് ഈ നടപടി. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നു. പ്രസാദ്, ഒയാസിസ് കമ്പനിക്ക് അവിടെ മദ്യനിർമ്മാണ കമ്പനി തുടങ്ങുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനിടെ ഏതായാലും ഈ ഡിസ്റ്റിലറി മലബാർ ഡിസ്റ്റിലറിയുടെ അനുമതി കിട്ടാത്തത് വലിയ തോതിലുള്ള ചർച്ചയായിരുന്നു. ഇപ്പോൾ അതിനുള്ള നടപടികൾ ആകുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, ഇന്നലെയാണ് മലബാർ ഡിസ്റ്റിലറിക്ക് സാങ്കേതിക അനുമതി ലഭിച്ചിട്ടുള്ളത്. 25,37,00,000 രൂപയുടെ പദ്ധതിയായിരിക്കും ചിറ്റൂർ മേനോൻപാറയിൽ നടപ്പിലാക്കുക. അതായത് ഒരു ദിവസം 13,500 കേസ് മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുള്ള, മദ്യ നിർമ്മാണമല്ല ബോട്ട്ലിംഗ് പ്ലാന്റാണ്, ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് ആയിരിക്കും മേനോൻപാറയിൽ വരിക. ഇതിൽ നേരത്തെ വലിയ വിവാദം എന്ന് പറയുന്നത് 2022 മലബാർ ഡിസ്റ്റിലറിയിൽ ഇത്തരത്തിൽ ബോട്ട്ലിംഗ് പ്ലാന്റ് നിർമ്മിക്കാനുള്ള തത്വത്തിൽ തീരുമാനമായത്. പിന്നീട് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇതിൻ്റെ ഭരണാനുമതി ലഭിച്ചെങ്കിൽ പോലും സാങ്കേതിക അനുമതി ലഭിച്ചാൽ മാത്രമാണ് മറ്റ് നടപടികളിലേക്ക് സർക്കാരിന് എക്സൈസിന് കടക്കാൻ കഴിയുള്ളൂ. പക്ഷേ അത് വലിയ തോതിൽ നീണ്ടുപോകുന്നത് വിമർശനത്തിന് കാരണമായിരുന്നു. ഇതിനിടെയാണ് ഒയാസിസ് കമ്പനിക്ക് ഏലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനി നിർമ്മിക്കാനുള്ള അനുമതി സർക്കാർ കൊടുക്കുന്നത്. അപ്പോൾ ഉയർന്നു വന്ന വിമർശനം എന്ന് പറയുന്നത് ചിറ്റൂരിൽ അവിടെ നേരത്തെ ഷുഗർ ഫാക്ടറിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഷുഗർ ഫാക്ടറി അടച്ചു പൂട്ടിയതോടുകൂടിയാണ് വേറെ സ്ഥാപനങ്ങൾ വരണമെന്നുള്ള ആവശ്യം വരികയും അങ്ങനെ അവിടെ ഒരു ബോട്ട്ലിംഗ് പ്ലാന്റ് നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. പക്ഷേ ആവശ്യത്തിന് സ്ഥലമെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് സർക്കാർ ഈ ഒരു പദ്ധതിക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ് വന്നത്. എന്തായാലും ഇന്നലെ സാങ്കേതിക അനുമതി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിന് ഒരു കൺസൾട്ടന്റിനെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരസ്യങ്ങളും കഴിഞ്ഞ ദിവസം എക്സൈസ് വകുപ്പിന്റെ തന്നെ ഭാഗത്ത് നിന്ന് മലബാർ ഡിസ്റ്റിലറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.